ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് നമ്മൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോ ആണ്. ഇത് ഓൾമോസ്റ്റ് ജൂൺ 3 സ്റ്റാർട്ട് ചെയ്ത വീഡിയോ ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചിവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചെയ്യാൻ. അതുകൊണ്ട് നമുക്ക് വീഡിയോ ഇടാനൊക്കെ താമസം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് സമയമായത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മൾ നാട്ടിലെ കുറച്ചെങ്കിലും വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്തത്. അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല അധികം. ഇപ്പം നമ്മൾ രാവിലെ ഇറങ്ങി, വെളുപ്പിനെ 3 മണിക്ക് ഇറങ്ങിയായിരുന്നു. 3 മണിക്കല്ല 4 മണിക്ക് ഇറങ്ങിയായിരുന്നു. 4 മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മളിപ്പം എറണാകുളം കഴിഞ്ഞ് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ തൃശ്ശൂർ എത്താറായി. വടനാപ്പള്ളി, തൃശ്ശൂർ, പൊന്നാനി 39, തൃശ്ശൂർ 18. ഇവിടെയൊക്കെ കുറച്ച് പണികളൊക്കെ തീർന്ന് ബോർഡൊക്കെ ആയിട്ടുണ്ട്. ഒരു 10% ആയിക്കാണും പണി ഇവിടത്തേക്ക്. എവിടെ എറണാകുളത്തൊന്നും ഒന്നും ആയിട്ടില്ല. അവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ ഇപ്പോഴും പോകാനും വരാനും. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചൊക്കെ ആയെന്ന് തോന്നുന്നു. ഇനി ഇങ്ങോട്ട് കാസർഗോഡ് വരെ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നത്. അടച്ചു പറഞ്ഞു തന്നപ്പോഴത്തേക്ക് റോഡ് അടച്ചു. റോഡ് ക്ലോസ്ഡ്. ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല. ഇവിടെ മുറിഞ്ഞ് കിടക്കുന്നതേ ഉള്ളൂ. എൻ്റെ പാലം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. കമ്പിയൊക്കെ കിടക്കുന്നതേ ഉള്ളൂ. ഇനി ഇത്രയും പണിയാനുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട്. തീരത്തൊന്നുമില്ലേ പണിയൊന്നും. ഇല്ലെങ്കിൽ ഒരു ഹൈവേയില് വീണ്ടും വന്ന് കയറിയിട്ടുണ്ട്. ഇവിടെ തെങ്ങെല്ലാം മണ്ട അടച്ചിരിക്കുക. എല്ലാം മണ്ടയടിച്ച് തേങ്ങയില്ല, ഒന്നുമില്ല. ഇടിയൊക്കെ ആയിരിക്കുമോ അതോ ഇനി എന്തെങ്കിലും രോഗബാധയായിരിക്കുമോ? പക്ഷെ നമ്മള് കർണാടകയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല തെങ്ങ് നിറച്ച് തേങ്ങയൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഉണ്ട്. നോക്ക്, എല്ലാം മണ്ടയില്ല തെങ്ങിനൊന്നും. നോക്കടാ തെങ്ങുകൾ നിൽക്കുന്നത്. ഇത് കരുവന്നൂർ പുഴ. കരുവന്നൂർ പുഴ വലിയൊരു പാലം. ചമ്പൽക്കാടോ? നമുക്ക് തെങ്ങ് നിൽക്കുന്നൊക്കെ എൻ്റെ അറ്റത്ത്. ചാവക്കാട് ലെഫ്റ്റ്, ഗുരുവായൂർ ലെഫ്റ്റ്, കോഴിക്കോട് നേരെ 112. ചാവക്കാട് 3 കിലോമീറ്റർ. അങ്ങനെ നമ്മളിങ്ങനെ ഹൈവേ കൂടെ ഓടിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ ഒരു ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. ചാവക്കാട് നിന്ന് കുറച്ച് ഹൈവേന്ന് കുറച്ച് താഴെ ഇറങ്ങി ലെഫ്റ്റ് കയറി വന്നാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ വീട് കണ്ടുപിടിക്കാൻ പാടുപെട്ടില്ല. പിന്നെ അവർ കുറച്ച് വെളിയിലോട്ട് വന്നതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തി. അങ്ങനെ ഇത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വൈഫും പിന്നെ മോളും മോനും.
പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ ചേട്ടനാണ് അവിടെ വയ്ക്കുന്നത്. പിന്നെ അവിടുത്തെ ഉമ്മായും ഉണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ അപ്പം ഇവിടെ നേരത്തെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്കിത്തോബിയൊക്കെ ചെറുതായിരുന്നു. അപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ വന്നപ്പം ഇവിടെ വന്നിട്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയത്. അന്നേരം ഇവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം പിള്ളേരൊക്കെ ആയി, 2 പേരായി, പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നു, അങ്ങനെയൊക്കെയായി. അപ്പം നമ്മളപ്പോൾ ഇങ്ങനെ ഇതുവഴി പോയപ്പം നമ്മളൊക്കെ അറിയാവുന്നവരെയൊക്കെ നമ്മൾ വിളിച്ച് നോക്കും. അപ്പം അങ്ങനെ വിളിച്ചിട്ട് അങ്ങനെ വീട്ടിലോട്ട് കയറിയതാണ്. പിന്നെ കയറി നമ്മളൊന്ന് ഫ്രഷായി ജ്യൂസൊക്കെ കുടിച്ച് നമ്മൾ ഇറങ്ങി അവിടുന്ന്. പിന്നെ അങ്കിത്തോബിയൊക്കെ താണ്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട്. ഇതാണ് അവരുടെ ചേട്ടൻ. പിന്നെ നമ്മൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. ഇത് അവരുടെ കുടുംബ വീടാണ്. ഇതിനപ്പുറത്തോട്ട് പുതിയ വീട് അവർ വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവരുടെ വീട്ടിൽ നിന്നൊക്കെ തിരിച്ചിറങ്ങി. ഇപ്പോൾ സമയം 12:30 കഴിഞ്ഞ്. ഇപ്പം മാഹിയിലെത്തുന്ന സമയം 3:20 കാണിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോരുന്നു. ഇതിപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യുന്ന പാലം എന്ന് പറയുന്നത് പൊന്നാനി പാലമായിരുന്നു. കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ. കോഴിക്കോട് 66 കിലോമീറ്റർ. ഭയങ്കര ചൂടും വെയിലും, കണ്ണങ്ങോട്ട് കാണുന്നില്ല വെളിയിലോട്ട് നോക്കിയത്. അങ്ങനെ നമ്മളിപ്പോൾ ഇനി കോഴിക്കോടോട്ട് പോവുകയാണ്. അപ്പോൾ കോഴിക്കോടോട്ട് പോയപ്പോഴാണെങ്കിൽ വേറൊരു ഫാമിലി നമ്മളെ വിളിച്ചായിരുന്നു. വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോകുമായിരുന്നു. പിന്നെ അവിടെ കയറാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ എത്തുകയും വേണമായിരുന്നു. നമ്മൾ 3-ാം തീയതി അവിടെ നിന്ന് ഇറങ്ങിയത്, 6-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുകയും വേണമായിരുന്നു. അതുകൊണ്ട് എങ്ങും അധികം പിന്നെ കയറിയില്ല. പിന്നെ വെളുപ്പിനെ ഇറങ്ങിയതായതുകൊണ്ട് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ തലേന്ന് ദിവസവും അതും എല്ലാത്തിൻ്റെ ക്ഷീണം കാരണം അങ്ങ് ഉറക്കം വന്നിരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് രാത്രിയിൽ എവിടെയെങ്കിലും വന്ന് റൂം എടുത്താൽ മതി എന്നുള്ള ചിന്തയിലായിരുന്നു പോരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് മാഹിയിലെത്തിയായിരുന്നു. പിന്നെ മാഹിയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഉടുപ്പിക്കായിരുന്നു. ഉടുപ്പിയിൽ വന്നിട്ടാണ് നമ്മൾ രാത്രിയിൽ റെസ്റ്റ് എടുത്തത്. പിന്നെ ഇപ്പം നമ്മുടെ ഈ കേരളത്തിലെ ഹൈവേയിലെ പണി ഏകദേശം ഒരു 3/4 കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടുന്ന് കർണാടകയിൽ നിന്ന് അങ്ങോട്ട് കേരളത്തിലോട്ട് കയറിപ്പോയ വഴിക്കും കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളായിരുന്നു മോശമായിട്ട് കിടന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എറണാകുളം സൈഡ്, ആ ഒരു സൈഡൊക്കെ ഉള്ളു കുറച്ചൊക്കെ പണിയാനുള്ളത്. ബാക്കി ഇവിടോട്ട് കണ്ണൂർ ആ സൈഡിലോട്ട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ആ സൈഡിലോട്ടൊക്കെ വലിയ കുഴപ്പമില്ലായിരുന്നു. നമുക്ക് റോഡൊന്നും വളരെ മോശമായിട്ടുള്ള അവസ്ഥയൊന്നും ഇല്ലായിരുന്നു. കുഴപ്പമില്ലാത്ത അവസ്ഥയിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഹൈവേകളിലൂടെയൊക്കെ പോകുമ്പോൾ ചിലപ്പം വിചാരിക്കും നമ്മൾ കേരളത്തിൽ കൂടെ തന്നെയാണോ ഓടുന്നതെന്ന് തോന്നും. റോഡ് പണി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരം, കാസർഗോഡ് എത്താൻ പറ്റും. അപ്പോൾ നമ്മുടെ യാത്രയെല്ലാം നല്ല രസമായിരിക്കും. ഇങ്ങനെ ആസ്വദിച്ച് വണ്ടി ഓടിച്ച് പോകുന്നവർക്കൊക്കെ, വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, വണ്ടി ഓടിച്ച് പോകാൻ ഇഷ്ടമുള്ളവർക്ക്, വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കുമൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിൽ കൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. പുഴകളും തോടുകളും ആറുകളും പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാൻ നമുക്ക് പറ്റും. പിന്നെ യാത്രകൾ മനോഹരമാക്കണമെങ്കിൽ കൂടെയുള്ള എല്ലാവരും സഹകരിക്കണം. പിന്നെ കുറേയൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ ഇരുന്ന് ബോറാവും, ക്ഷീണം വരും. എന്നാലും നമുക്ക് പോയേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ വണ്ടി വീട്ടിലിട്ടിട്ട് തിരിച്ച് ട്രെയിനിന് ടിക്കറ്റ് എടുത്തായിരുന്നു. പക്ഷേ ട്രെയിനിന് ടിക്കറ്റ് കൺഫേം ആയില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് നിമിഷമാണ് പിന്നെ തീരുമാനിച്ചത് വണ്ടിക്ക് തന്നെ തിരിച്ചു പോകാമെന്ന്. അതുകൊണ്ട് പിന്നെ പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് പിന്നെ ഒരു ഇതായിരുന്നു.
എന്നാൽ പിന്നെ എങ്ങനെ അങ്ങ് പോകാമെന്ന് വെച്ചിട്ട്. കാരണം നമ്മൾ ഒരു മാസത്തെ ഗ്യാപ്പ് ഇട്ട് കുറച്ച് വണ്ടിയിൽ ഓടിക്കഴിയുമ്പോൾ നമുക്ക് നല്ല ക്ഷീണം കാണും. രാത്രി ഉറങ്ങാതെയൊക്കെ ഓടിക്കുമ്പോഴും പിന്നെ ഫുള്ള് ഇരുന്നല്ലേ പോകുന്നത്. രാത്രി റെസ്റ്റ് എടുക്കാതെ കണ്ടിന്യൂസ് ഓടിക്കുമ്പോൾ അതിൻ്റേതായ ക്ഷീണം വരും. നമ്മൾ അങ്ങനെ കണ്ടിന്യൂസ് ഓടിയിട്ടാണ് 3-ാം തീയതി ഇറങ്ങിയിട്ട് 6-ാം തീയതി ആയപ്പോഴത്തേക്ക് ഇങ്ങ് എത്തിയത്. അപ്പോൾ ഭയങ്കര ക്ഷീണമായിരുന്നു തിരിച്ച് വന്നപ്പോഴത്തേക്ക്. ലാസ്റ്റ് വീഡിയോ വരെ ഞാൻ ഇടും. ഇത് ഇപ്പം നമ്മൾ കേരളത്തിൽ കൂടെ മാത്രമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ത്രില്ലിങ് ആയിരിക്കും. ഇല്ലാതെ എങ്ങനെയെങ്കിലുമൊക്കെ ചെന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ നമ്മൾ വണ്ടിയിൽ പോകുമ്പം നമ്മൾ അതിൻ്റേതായ ഇത് എന്താണ് ആ ഒരു മൈൻഡിലെടുക്കണം. അല്ലെങ്കിൽ നമുക്കിരുന്നിരുന്ന് അയ്യോ എന്നെക്കൊണ്ടാവത്തില്ല എന്ന് പറഞ്ഞിരിക്കുവാണെങ്കിൽ പറ്റത്തില്ല. ഞാൻ പക്ഷെ ഒന്നും ഓടിച്ചില്ലേ, ഹസ്ബൻഡാണ് ഫുള്ള് ഓടിക്കുന്നത്. ഹസ്ബൻഡിൻ്റെ ഡെഡിക്കേഷൻ കൊണ്ടാണ് നമ്മളിങ്ങ് എത്തിയത്. എനിക്ക് വണ്ടി ഓടിക്കാൻ കുറച്ചൊക്കെ പഠിച്ചെങ്കിലും ഇത്ര കഴിവ് ആയിട്ട് ഓടിക്കാനൊന്നും പറ്റത്തില്ല. ഇത്ര എക്സ്പീരിയൻസ് ആയിട്ടൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. പിന്നെ കുറച്ച് ദൂരം എങ്ങാനുമൊക്കെ ഓടിക്കും. പക്ഷേ നമുക്ക് അത്ര സ്പീഡിലൊന്നും പോകാനും പറ്റത്തില്ല. ഞാനൊക്കെ ഓടിച്ചാൽ 3-4 ഗിയർ ഇട്ട് പോയി പെട്രോൾ തീരുമെന്നല്ലാതെ കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നല്ല എക്സ്പേർട്ടായിട്ട് ഓടിക്കാനും അറിയണം. പിന്നെ നമ്മൾ ആ ഒരു മൂഡിലെടുക്കണം വണ്ടി ഓടിക്കുമ്പോൾ. വണ്ടി ഭയങ്കര പാടാണ് വണ്ടി ഓടിച്ചു പോകുക എന്നുള്ള കാര്യം. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. പിന്നെ ആവശ്യക്കാരായില്ലേ നമ്മൾ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോരുകയും വേണം. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ മോബൈൽ കേൾക്കാൻ വന്നു. കഴിഞ്ഞപ്പോൾ ടോയ്ലറ്റ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് ഫ്രഷ് ആവാൻ ഇറങ്ങി. ഉറക്കം വന്നിട്ട് വയ്യ, ഭയങ്കര മഴക്കോളുണ്ട്. സമയം ഇപ്പോൾ 1 മണിയായി. ആ ടോളിൽ വെച്ച് തന്നെ ചോറും കഴിക്കുക. അങ്കിതാബി ഒരു പൊതി, ഞാനും അച്ഛനും ഒരു പൊതി. അങ്ങനെ നമ്മൾ കുറേ ഓടി പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ എത്തിയപ്പോൾ നമ്മൾ വണ്ടി അവിടെ നിർത്തി ഫ്രഷായി. ടോയ്ലറ്റ് ബ്ലോക്കൊക്കെ ഇപ്പോൾ അടിപൊളി നീറ്റായിട്ടുള്ളതാണ്. ഈ NHAയുടെ ടോയ്ലറ്റ് ബ്ലോക്കൊക്കെ അതൊക്കെ പറയാതിരിക്കാൻ വയ്യ. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് അവിടെ ടോയ്ലറ്റിൽ പോകാം. പിന്നെ അവിടെ പോയിട്ട് പിന്നെ നമ്മൾ ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് വണ്ടി മുന്നോട്ട് മാറ്റിയിട്ടിട്ട് അവിടെ നമ്മൾ ചോറൊക്കെ കഴിച്ച് പൊതി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചോറും ചമ്മന്തിയും മീൻ വറുത്തതും ഒക്കെ കൂടെ കൂട്ടി നമ്മൾ ചോറൊക്കെ കഴിച്ച് വെങ്ങളം കണ്ണൂർ 80 കിലോമീറ്റർ, മുംബൈ 1157 കിലോമീറ്റർ. ഇനി അങ്ങ് വരെ ഉണ്ടെന്ന് തോന്നുന്നു, കാസർഗോഡ് വരെ ഉണ്ട്. കൊടുങ്ങല്ലൂരിന് ഇങ്ങോട്ട് ചാവക്കാടും കൊടുങ്ങല്ലൂരിന് അപ്പുറം കൊടുങ്ങല്ലൂർ വരെയാണ്. എറണാകുളം കഴിഞ്ഞ് ഇങ്ങോട്ട് വരെയാണ് പണിയാവുന്നത്. എറണാകുളം വരെ ഭയങ്കര പാടാണ്. എറണാകുളം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുഴപ്പമില്ല. അല്ല, കായംകുളത്തൊന്നും വലിയ കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. നമ്മളതൊരു വന്നില്ല. പക്ഷെ കായംകുളത്ത് ഇങ്ങോട്ടുള്ള പണിയും കഴിഞ്ഞിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കഴിഞ്ഞപ്പോൾ തൊട്ടാണ് വഴി ഇപ്പം ക്ലിയറായി, എല്ലാം ഓപ്പൺ ചെയ്തത്. അവിടെ ടോളുണ്ട്. നമ്മളെ ഹൈവേന്ന് താഴെ ഇറങ്ങി വീണ്ടും. സ്ഥലം ഇത് കൊയിലാണ്ടിയായി. കൊയിലാണ്ടി ഗേറ്റ് കൊടുത്തു നമ്മൾ അന്നേരം ഇതുവഴി അങ്ങോട്ടല്ലേ വന്നത്. അതുകൊണ്ട് അപ്പുറത്തൂടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെയിൻ പോയി നമ്മളിങ്ങോട്ട് ഇറങ്ങിയപ്പോൾ. ട്രെയിൻ മിസ്ഡ്. ഇനി ഇവിടെ പണി നടക്കാനുണ്ട്.
കൊല്ലന്നാണ്. ആനക്കുളം ഇവിടെ ഉണ്ടോ? ഇതിപ്പോ കൊല്ലം, കോഴിക്കോടത്തെ സ്ഥലത്തിന്റെ പേര് കൊല്ലം. തൃക്കാവ് ക്ഷേത്രം. അങ്ങനെ ഇപ്പോൾ ഒരു അമ്പലം കണ്ടത്. മര, പങ്കര മര, കൊയിലാണ്ടി അല്ലേ? കൊയിലാണ്ടി കഴിഞ്ഞ് എന്തായാലും താഴെ ഹൈവേയിൽ റവയിലോട്ട് കയറ്റി വിട്ടു. എന്നാലും പണി നടക്കുന്നുണ്ട്, വണ്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് മൂരാട് പാലം. ഇതോ അപ്പുറത്തൊരു പാലമുണ്ട്, പഴയ പാലം. നല്ല മഴയാണ്, മഴ മാറിയിട്ടില്ല ഇതുവരെ. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വടകര. ഇപ്പൊ നമ്മൾ ക്രോസ് ചെയ്യുന്നത് മയ്യഴിപ്പുഴ റിവറാണ്. നമ്മളിപ്പോ ക്രോസ് ചെയ്യുന്നത്, മാഹിയിലോട്ട് കയറുന്നത്. ഇവിടെ എല്ലാം നിറച്ച് തെങ്ങ. നോക്കടാ, അപ്പുറം എല്ലാം തെങ്ങ് നിൽക്കുന്നുണ്ടോ? മാഹിയിൽ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് പെട്രോൾ നിറയ്ക്കാൻ. ഇനി മാഹിയാണോ? മാഹി ബോർഡ് നേരെ കണ്ടില്ല. കണ്ണൂരാണോ? ഒന്നില്ലേ നേരെ ഇരിക്കുന്നത്? മാഹി ലെഫ്റ്റ്, കണ്ണൂര് നേരെ. 12 രൂപ കുറവ് പെട്രോളിന്, ഡീസലിന് 11 രൂപ കുറവ് മാഹിയിൽ. സെലിബ്രേറ്റ് മാഹി ലെസ് 11-12 ആണ്ട് വന്ന പെട്രോൾ HP. ഇതെന്തൊരു കുഴിയത്? ഭൂമിയിലൊരു പെട്രോൾ പമ്പ് ഉണ്ട്, ഭാരത് പെട്രോൾ. 101 രൂപ 17 പൈസ. ടോയ്ലറ്റ് ഉണ്ടെന്ന് നോക്ക്. മുമ്പ് പെട്രോളിയം ഉണ്ട്. അങ്ങനെ നമ്മൾ മാഹിയിൽ പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ നിറയ്ക്കാൻ. അങ്ങനെ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ പുതിയ പമ്പ് വരുന്നുണ്ട്. പെട്രോളിന്റെ കുറച്ചെങ്കിലും ലാഭം കിട്ടുമല്ലോ അവർക്ക്. വില കുറയുമ്പോൾ ആൾക്കാർ ഒരുപാട് അടിക്കും. മറ്റേടത്ത് വില കൂടുതലാകുമ്പോൾ കുറച്ചേ ആൾക്കാർ അടിക്കത്തുള്ളൂ. നമ്മൾ തന്നെ ഇപ്പം 30 ലിറ്റർ പെട്രോൾ അടിച്ചു. അതുകൊണ്ട് ഈ ലൈൻ മൊത്തം പെട്രോൾ പമ്പുകളാണ്. ഇനി അപ്പുറത്തൊരെണ്ണം ഭാരത് പെട്രോളിയം ഉണ്ട്. അവിടുത്തെ റേറ്റ് എത്ര നോക്കണമല്ലോ. കണ്ണൂർ പള്ളൂർ ബാഹി റോഡ്, പള്ളൂർ. ഇവിടെ നല്ല തിരക്കാ. നമ്മള് രാത്രിയാണ് ഇവിടെ നിന്ന് അടിച്ചത്. 121 നമ്മൾ അടിച്ചത് 117 ആയിരുന്നു. ഉടുപ്പിയിൽ എത്താൻ രാത്രി 9:45 സമയം കാണിക്കുന്നത്. 4 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. ഹൈവേ താഴെ ഇറങ്ങിയോണ്ട് ഭയങ്കര ബ്ലോക്കാ. നമ്മളെവിടെ എത്തി? ഇപ്പം സ്ഥലം ഏതാ? എടക്കാട്, കണ്ണൂർ. സ്കൂൾ ബസ്. ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് കണ്ണൂർ. പിള്ളേരെ ഇരിക്കുന്നു സ്കൂൾ വിട്ടിട്ട്. സമയം ഇപ്പൊ 4:45 കഴിഞ്ഞു. എല്ലാം പിള്ളേരാ. ഗവൺമെന്റ് ITI ഉണ്ട്. ഗവൺമെന്റ് ITI ഉണ്ട് കണ്ണൂർ. മരങ്ങൾ 2 സൈഡിലും വളർന്നിരിക്കുന്നത്. ഉച്ചയ്ക്ക് പോയാലും ഇവിടെ വെയിൽ വളർത്തില്ലേ. റോഡിൽ വീഴുമ്പോഴേ ഉള്ളൂ.
കണ്ണൂര് വളപട്ടണം പുഴക്കൂടെ ഉള്ള പാലത്തേ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പം KL13 രജിസ്ട്രേഷനാണ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. കണ്ണൂർ ഇനി കാസർഗോഡ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത സ്റ്റേറ്റ് കയറും, കർണാടകയിലോട്ട് കയറും. അപ്പം സൂര്യനൊക്കെ അസ്തമിക്കാറായി, വൈകുന്നേരമായി, സന്ധ്യാസമയമൊക്കെ ആകാറായി വരുന്നുണ്ട്. നമ്മളിപ്പോൾ കാസർഗോഡോട്ട് പോകുന്നത്. ഇപ്പം പാപ്പിനിശ്ശേരി എങ്ങനെയെങ്കിലും NH66 കയറിയാൽ മതി. ഇത് കുഞ്ഞു വഴി കൂടെ കയറി കിലോമീറ്റർ പോകുന്നില്ല അങ്ങോട്ട്. NH66 ആണ്. കുറേ നേരം ചായക്കട നോക്കി ഒരു തട്ടുകട കണ്ടുപിടിച്ചു. ഇവിടെ ചായക്കട നമ്മുടെ നാട്ടിൽ അപേക്ഷിച്ച് ചായക്കട ഒന്നും ഇല്ല. നമ്മുടെ ഇവിടെ മുട്ടി ചായക്കടകളാ. ചായക്കടയിൽ അവസാനം ഞങ്ങൾക്ക് ഒരു തട്ടുകടയാണ് കിട്ടിയത്. ചായ പിന്നെ വലിയ സ്ലീപ്പ് ഇട്ടുന്നൊരു സ്ലീപ്പ് അല്ലായിരുന്നോ. ഇവിടുത്തെ ബോണ്ട, ഇത് മസാല ബോണ്ടയാണോ, പഴംപൊരി, ചിക്കൻ റോൾ. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്കൊരു ചായക്കട കിട്ടി. നമ്മൾ അവിടുത്തെ ചായയും കുടിച്ച്, നമ്മുടെ അവിടുത്തെ പോലെ കൊല്ലത്ത് ആ സൈഡിലെ പോലെ വടകളൊന്നുമില്ല, ഉഴുന്നുവടയും പരിപ്പുവടയും അങ്ങനത്തെ ഒന്നുമില്ല. മസാല ബോണ്ടേ, പഴംപൊരി ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ അടുത്ത് നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. പഴംപൊരി, ചിക്കൻ റോളും അതൊക്കെ കിട്ടി. അതൊക്കെ പിന്നെ നമ്മൾ കഴിച്ചിട്ട് പിന്നെ നമ്മൾ യാത്ര തുടർന്നു. എന്നാൽ ഭയങ്കര ക്ഷീണമായിരുന്നു, നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. ഒരു ചായ എവിടെന്നെങ്കിലും കുടിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി വരുമായിരുന്നു. കുറേ തിരഞ്ഞിട്ടാണ് നമുക്ക് അവസാനം ഒരു തട്ടുകട പോലത്തെ സംഭവം കിട്ടിയത്. അവിടെ ചെന്നപ്പോഴും നമ്മുടെ വടയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അങ്ങ് കഴിച്ചു. കുപ്പം റിവർ, ദിസ് ഈസ് കുപ്പം റിവർ. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗം എനിക്കാണെങ്കിൽ ആ ചായക്കട കയറിയപ്പോഴും ഒരു പഴയ കാലത്തോട്ട് പോയ ഫീലാണ് തോന്നിയത്. അങ്ങോട്ട് കയറിയപ്പോൾ പഴയ കട പോലെ തന്നെ. പിന്നെ അവിടെ ഇട്ടേക്കുന്ന പാട്ട് പഴയ സിനിമാ പാട്ടുകൾ ഇട്ടേക്കുന്നത്. അപ്പം പഴയ കാലത്ത് പോയ പോലെ ഒരു ഫീലുണ്ടായിരുന്നു. बराती जा रहा है, क्रेटा का बराती। കറാട്ട ബറാത്ത് എപ്പോഴും 270 കാസർഗോഡ് ആണ്ട് നമ്മുടെ വണ്ടി പോകത്തുള്ളൂ. അവിടെ ഒന്നും പാലം പണിഞ്ഞില്ല. ഹൈവേയിൽ കയറാൻ വന്നു, പക്ഷെ നമ്മളെ കേട്ടില്ലെന്ന് തോന്നുന്നത്. അല്ല, താഴെ ഓർമ്മിച്ചല്ലേ കൂടെ പോയിട്ട് കയറാൻ പറ്റുമായിരിക്കും. എന്നാലും ഇവിടെ വിടുമല്ലോ, ഇവിടെ പോകുന്നില്ലെന്ന് തോന്നുന്നു വണ്ടി. അത് ചെറിയ ചെറിയ ക്ലിപ്സ് അല്ലേ, എടുക്കാവത്. ഉള്ളു ഫാൻ പോണാലും എന്ത്, ഫാൻ അത് നത്തിങ്ങാണ്, പുള്ളി പോണ എയർ. അപ്പം ഇങ്ങനെ നമ്മൾ പോവുകയാണ്. നല്ല ഭംഗിയുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ആകാശം കാണാൻ, മഴക്കോളും വെയിലും മങ്ങുന്നതിൻ്റെ ഒക്കെ കൂടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മൾ ഇപ്പം കണ്ണൂർ കഴിഞ്ഞ് കാസർഗോഡ് കഴിഞ്ഞ് ഇപ്പം നമ്മളിനി എങ്ങോട്ട് പോകും? ഉടുപ്പിയിലോട്ട് പോകും. ഉടുപ്പിയിലായിരുന്നു നമുക്ക് സ്റ്റേ പറഞ്ഞിരിക്കുന്നത്. ഉടുപ്പിയിലാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അവർ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് രാത്രി അവിടെ സ്റ്റേ ചെയ്യാൻ
അവിടുത്തെ ഒരു ഗസ്റ്റ് റൂമിലെ റൂമൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളി റൂമൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നതും കൂടെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. നമുക്ക് ബോർഡർ തലപ്പാടിയിലോട്ട് ഇനി 39 കിലോമീറ്റർ. മുംബൈ 963 ഉപ്പള ടൗൺ. കേരളത്തിൽ കൂടെ പോകാൻ തോന്നുന്നില്ലല്ലേ? ഉള്ളൂ 160 കിലോമീറ്റർ. ഫട്കൽ മുംബൈ 936. കർണാടകത്തിൽ ഇങ്ങോട്ട് വരുന്ന സ്ഥലമായിട്ടാണ് ആദ്യം ഇവിടുത്തെ പണി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും പോകും. അടിപൊളിയായിരുന്നു. ഇവിടെ അങ്ങോട്ട് ചെല്ലുമ്പോഴേ, ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴേ തമിഴ്നാട് കർണാടകയിൽ ഇങ്ങോട്ട് കേറുമ്പോ ആദ്യം കാണുമ്പോ വിചാരിക്കും ഇവയെല്ലാം അടിപൊളിയായല്ലോ. നമ്മുടെ അടിപൊളി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് എന്തായി പയ്യോ എന്തോ 60 കിലോമീറ്റർ കൊണ്ട് കഴിയുമ്പോഴത്തേക്ക് കാണും. കൂടെ ഇറക്കുന്നത് ഏത് കണ്ടത്തിൽ കൂടെ പോകുന്ന ആരുടെയൊക്കെ വീട്ടു മുറ്റത്തൂടെ പോകുന്ന നോക്കിയാ മതി. അതിനി വർഷങ്ങൾ പിടിക്കും. കണ്ണടച്ചങ്ങ് തിരുവനന്തപുരം പോവാന് കാസർഗോഡ് നിന്ന്. ഇവന്മാര് പണിയോന്ന് അറിയത്തില്ല. ഇവന്മാർക്ക് മറ്റന്മാരുണ്ടാക്കിക്കൊണ്ട് ഇവന്മാരുണ്ടാക്കുമ്പോൾ തിരുവനന്തപുരം തലപ്പാടി നമ്മുടെ ബോർഡർ 0.5. മംഗളൂരു 21, മുംബൈ 925. നന്ദി, വീണ്ടും വരിക. താങ്ക് യു. വിസിറ്റ് അഗൈൻ. ധന്യവാദ്. പുനഃ പധാരേ. ഓക്കേ, ബൈ ബൈ കേരള. ബൈ കേരള. ഹം തോ ആഗേ കർണാടക. ഉടുപ്പി 81 കിലോമീറ്ററിന് ടോൾ ഗേറ്റ് ഉണ്ട്. 500 മീറ്റർ. ഇവിടുന്ന് അങ്ങോട്ട് കയറുമ്പോ എന്തൊരു സന്തോഷമല്ലയോ? തിരിച്ച് കർണാടകയിൽ നിന്ന് കേരളത്തിലോട്ട് നേരത്തെ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ കേരളത്തിൽ നിന്ന് സിംഗിൾ വഴി ഈ വഴി കയറുമ്പോഴാണ് നമുക്ക് ഡബിൾ വഴിയായി മാറുന്നത്. അന്നേരം നമ്മൾ ഇവിടെ വരുമ്പോഴാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ എത്രയാ ലാസ്റ്റ് വഴി നോക്കിയാൽ. ഇപ്പൊ നമ്മളിനി എവിടെ പോകുന്നത്? ഉടുപ്പി ടോൾവേ പ്രൈവറ്റ് ലിമിറ്റഡ്, കർണാടകയിലെ ഉടുപ്പി ടോൾവേ. അങ്ങനെ നമ്മൾ ടോൾ പ്ലാസയൊക്കെ ക്രോസ് ചെയ്ത് ഒഫീഷ്യലായിട്ട് നമ്മൾ കർണാടകയിലോട്ട് എത്തിയിട്ടുണ്ട്. കർണാടകയിലെ ഉടുപ്പിയിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കർണാടകയിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലൊക്കെ കയറിയായിരുന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊക്കെ കയറി കാണണം. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇനി ഉടുപ്പിയിൽ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അവർ നമുക്ക് റൂമൊക്കെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. കർണാടകയിലെ നേത്രാവതി റിവറാണ് ഇപ്പോൾ ക്രോസ് ചെയ്ത് വന്നത്. വലിയ പോലെ കർണാടകയിൽ കയറിയിട്ടുള്ള രണ്ടാമത്തെ ടോളല്ലേ? രണ്ടാമത്തെ ടോളം കഴിഞ്ഞ് അതുകൊണ്ട് വലിയ ഫുഡ് പറ്റി. ഇത് എന്തതിൻ്റെ വായ്പ? അത് അങ്ങനെ നമ്മൾ രാത്രിയിൽ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റൂമിലെത്തി. നല്ല വലിയ റൂമായിരുന്നു. റൂമും സെപ്പറേറ്റ് ബാത്റൂമും സോഫ സെറ്റും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു റൂമിൽ വന്ന് ഉടുപ്പിയിൽ ഇപ്പോൾ രാത്രി 10:30 10 മണി കഴിഞ്ഞ് 10:30 ആകാറായി.
എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്കണം. ഉടുപ്പി അങ്ങനെ നമ്മൾ റൂമിലെത്തിയപ്പോഴത്തേക്ക് പിന്നെ ഫുഡൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഫുഡ് വാങ്ങിച്ചത് ചപ്പാത്തിയും ചില്ലി ചിക്കനും ആയിരുന്നു. അപ്പം 10 മണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് വലുതായിട്ട് കഴിക്കാനും പറ്റിയില്ല. വിശപ്പൊക്കെ ഒന്ന് അടങ്ങിയായിരുന്നു. അതുകൊണ്ട് പിന്നെ കുറച്ചേ കഴിച്ചുള്ളൂ. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങണം. എല്ലാവർക്കും നല്ല ക്ഷീണമുണ്ട്. വെളുപ്പിനെ ഉറക്കോളച്ച് എണീറ്റതായതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അതുകൊണ്ട് നല്ലോണം ഒന്ന് ഉറങ്ങണം. എന്നിട്ട് വെളുപ്പിന് രാവിലെ നമ്മൾ ഇറങ്ങും. 8 മണിയാകുമ്പോഴത്തേക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതിനും ബാക്കി നമ്മൾ അങ്ങോട്ടുള്ള യാത്രയുടെ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോ അടുത്ത വീഡിയോകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇത്രയും വരെ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലൊരു ഹൈപ്പും തരിക. പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടുമായിട്ടുള്ള ഒരു ഫോട്ടോ ലാസ്റ്റിൽ ആഡ് ചെയ്തേക്കാം. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.